കാഴ്ച പരിമിതിയുള്ള PT5 ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കും. വയനാട്ടിൽ നിന്നുള്ള 10 അംഗ എലിഫന്റ് സ്ക്വാഡ് പാലക്കാടെത്തി. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇന്ന് പാലക്കാടെത്തും. വനത്തിനകത്ത് വെച്ച് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനാണ് തീരുമാനം. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, PT5 ജനവാസ മേഖല ഉൾപ്പെടെ ഭീതി പരത്തി എത്തുന്നുണ്ട്. അതിന് കാഴ്ച പരിമിതിയുമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ? വിനീത, ഗുഡ് മോർണിംഗ്. ഈ PT5 എന്ന് പറയുന്ന ഈ ചുരുളിക്കൊമ്പൻ കാട്ടാനയ്ക്ക് 2 കണ്ണുകൾക്കും കാഴ്ച പരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് തുടർച്ചയായി എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനം വനവകുപ്പ് എടുക്കുകയും ചെയ്ത് ഇതിനുവേണ്ടിയുള്ള പ്രത്യേക സംഘം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. 10 അംഗ എലിഫന്റ് സ്ക്വാഡാണ് ഇന്നലെ പാലക്കാട് എത്തിയത്. ഇന്ന് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും പാലക്കാട് എത്തും. ഇന്നലെ മുതൽ തന്നെ ഈ പ്രത്യേക സംഘം ആനയെ നിരീക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ആനയെ ട്രാക്ക് ചെയ്ത് ആനയുടെ ആരോഗ്യം അതുപോലെ തന്നെ സഞ്ചാരവും കൃത്യമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആനയുടെ ആരോഗ്യം കണക്കിലെടുത്ത് മാത്രമേ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കൂ എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ആനയുടെ ആരോഗ്യത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് വനവകുപ്പിന്റെ ആദ്യ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഇന്ന് എത്തുന്നതോടുകൂടി ആനയെ വീണ്ടും നിരീക്ഷിച്ച് ആനയെ പരിശോധിച്ചതിന് ശേഷം ഉടൻ തന്നെ ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം. നിലവിൽ ആനയുള്ളത് മലമ്പുഴയ്ക്ക് സമീപം മാന്തുരുത്തി മേഖലയിലാണ് എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടുകൂടി വനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ആനയെ കൃത്യമായി തന്നെ വനത്തിനകത്തേക്ക് എത്തിച്ച് സൗകര്യപ്രദമായിട്ടുള്ളൊരു മേഖലയിൽ എത്തിയാൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടി കാടിനകത്ത് വെച്ച് തന്നെ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകും. ആനയുടെ 2 കണ്ണുകൾക്കും പരിക്കേറ്റതിന് ശേഷമാണ് ആനയുടെ കണ്ണുകൾക്ക് കാഴ്ച പരിമിതി നേരിട്ടതെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഈ കാഴ്ച പരിമിതി വളരെ കൂടുതലാണ്. ഏകദേശം 80% കാഴ്ച പരിമിതി ആന നേരിടുന്നുണ്ട് എന്ന രീതിയിലുള്ള കണ്ടെത്തൽ വനവകുപ്പിന് ലഭിച്ചതായുള്ള സൂചനയും പുറത്തു വന്നതാണ്. ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സമയത്തെല്ലാം വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ നാശങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരുന്നു. കാട്ടിനകത്ത് വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകി തുറന്നു വിടുക എന്ന നിലയ്ക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? അതോ പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റാനുള്ള ശ്രമങ്ങളുണ്ടോ? വിനീത, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് PT7 ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിരപ്പള്ളിയിലെ കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ പിടികൂടി മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ വനവകുപ്പിന്റെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ചികിത്സ നൽകുന്ന ഒരു രീതിയാണ്. പക്ഷേ ആനയുടെ ഈ PT5 എന്ന് പറയുന്ന ചുരുളിക്കൊമ്പന്റെ കാഴ്ചയ്ക്ക് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. ആനയെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യം ആളുകളിൽ നിന്ന് വലിയ രീതിയിൽ ഉയർന്നില്ല. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ആനയുടെ കണ്ണിന് ചികിത്സ നൽകുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് വനവകുപ്പിന് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഈ കാടിനകത്ത് വെച്ച് തന്നെ ആനയ്ക്ക് ചികിത്സ നൽകുക, ആനയെ പിടികൂടി ചികിത്സ നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് വനവകുപ്പ് കടന്നിരിക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടി ആനയെ അടുത്തെത്തണം. പക്ഷേ ഈ ആന മുമ്പ് വളരെ ചാർജിങ് ചെയ്തിരുന്ന ഒരു ആനയാണ്, അല്ലെങ്കിൽ അക്രമകാരിയായിട്ടുള്ള ഒരു ആനയായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ മയക്കുവെടി വെച്ച് തന്നെ പിടികൂടണം എന്നുള്ളതാണ് വനവകുപ്പിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം വനവകുപ്പ് സ്വീകരിക്കുകയും ചെയ്തത്. ഏതായാലും വനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പാലക്കാട് ഉണ്ട്. ഈ പ്രത്യേക സംഘം വനമന്ത്രിയുമായി കൂടി ഇന്ന് ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. വിനീത, ശരി. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.